ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ഗൗതത്തിൻ്റെ അടുത്തേക്ക് പിള്ളേർ രണ്ടുപേരും കൂടെ ചെന്നു. അപ്പം നന്ദൂട്ടൻ ചോദിക്കണം, ഡോക്ടർ ആൻറ്റി എന്താ പപ്പ അങ്ങനെ പറഞ്ഞെന്ന്. അപ്പം എങ്ങനെ പറഞ്ഞത്? അത് ഡോക്ടർ ആൻറ്റി പറയാ ആൻറ്റിയാണ് എൻ്റെ അമ്മയെന്ന്. അപ്പോഴത്തേക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഇവരിങ്ങനെ നോക്കുക കേട്ടോ. ആണോ പപ്പ? ആൻറ്റിയാണ് എൻ്റെ അമ്മ. അപ്പോഴേക്കും ഗൗരിക്കുട്ടി നിൽക്കുന്നു. അമ്മയും പപ്പയും എന്നെ അഡോപ്റ്റ് ചെയ്തതല്ലേ എന്നുള്ള കാര്യമൊക്കെ നന്ദൂട്ടൻ ഇങ്ങനെ ചോദിക്കുന്ന സമയത്ത് നമ്മുടെ ഗൗതം അതേന്ന് പറഞ്ഞു. പിന്നെന്താ ഡോക്ടർ ആൻറ്റി പറഞ്ഞത്? ഡോക്ടർ ആൻറ്റി എൻ്റെ അമ്മയാണെന്ന്. മോൻ്റെ റിയൽ പാരൻസിനെ തിരയാൻ മോൻ പോയില്ലായിരുന്നോ എന്ന് ചോദിച്ചു. അപ്പോൾ മോൻ അറിയാം മോൻ്റെ അച്ഛനും അമ്മയും മറ്റാരോ ആണെന്നല്ലേ എന്നിങ്ങനെ നമ്മുടെ ഗൗതം നന്ദുവിനോട് ചോദിക്കാം. അന്ന് മോൻ തിരഞ്ഞു പോയ റിയൽ പാരൻസിലെ അമ്മ ഡോക്ടർ നന്ദയാണെന്നുള്ള കാര്യങ്ങൾ ഗൗതം ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നു. നമ്മുടെ പിങ്കി അതെല്ലാം അവിടെ നിന്ന് കേൾക്കുന്നു. അമ്മയുടെ കയ്യിൽ നിന്നും ഒരാക്സിഡൻറ്റിൽ പെട്ട് മോൻ നഷ്ടപ്പെട്ടു പോയതാണെന്ന കാര്യമൊക്കെ ഗൗതം ഇങ്ങനെ നമ്മുടെ നന്ദൂട്ടനോട് പറയും കേട്ടോ. ഇതൊക്കെ കേട്ട് പിങ്കി ഇങ്ങനെ തകർന്ന് തരിപ്പനായിട്ട് നിൽക്കാം. അപ്പോൾ സത്യമാണോ? അമ്മയാണോ പപ്പ ആദ്യം കല്യാണം കഴിച്ചതെന്ന് ഗൗരിക്കുട്ടി ചോദിച്ചു. അപ്പോൾ അതേന്ന് പറഞ്ഞു ഗൗതം. എനിക്കും നന്ദയ്ക്കും ആദ്യം ഉണ്ടായ മകനാണ് ഈ മോനെന്ന് നമ്മുടെ ഗൗതം കൊച്ചിനോട് പറഞ്ഞു കൊടുത്തു. അപ്പോൾ എൻ്റെ പപ്പ ഈ നന്ദുവിനെ അഡോപ്റ്റ് ചെയ്താണല്ലേ എന്ന് ചോദിച്ചു കേട്ടോ. അങ്ങനെ അപ്പോൾ ഗൗരിമോളുടെ പപ്പയും ഞാൻ തന്നെയാണെന്ന് ഗൗതം പറഞ്ഞു. അത് കേട്ടപ്പോൾ അയ്യോ ഗൗരിക്ക് ഭയങ്കര സന്തോഷം. അങ്ങനെ അവർ സന്തോഷമായിട്ട് നിൽക്കുമ്പോൾ പിങ്കി അവിടെ നിന്ന് കരയും കേട്ടോ. അപ്പോൾ എല്ലാം ഞാൻ നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. ഒന്ന് മാത്രം നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. നിങ്ങൾ രണ്ടുപേരുടെയും അമ്മ നന്ദയാണെന്നുള്ള കാര്യം ഗൗതം പറയുന്നു. അപ്പോൾ ജീവിതത്തിൽ ഓരോരോ കാരണങ്ങൾ കൊണ്ട് അകന്നു പോയ നമ്മളെ മറ്റു ചില കാരണങ്ങൾ കൊണ്ട് ദൈവം തന്നെ അടുപ്പിച്ചിരിക്കുകയാണെന്ന് നമ്മുടെ ഗൗതം അങ്ങ് പറഞ്ഞു. ഇതെല്ലാം എൻ്റെ മക്കളെ ഇനി ഒരിക്കലും ഈ അച്ഛനും അമ്മയും വിട്ട് കളയില്ല. എൻ്റെ മക്കൾ സങ്കടപ്പെടുകയും ചെയ്യരുത് കേട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഗൗതം മക്കളെ ചേർത്ത് പിടിക്കുന്നു. അപ്പോൾ എൻ്റെ പപ്പയുടെ മോളാവുക എന്നുള്ളതായിരുന്നു എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം എന്നൊക്കെ ഗൗരിക്കുട്ടി ഇങ്ങനെ അന്നേരം അവിടെ നിന്ന് ഇങ്ങനെ പറഞ്ഞു. മോളെ, എൻ്റെ പപ്പയ്ക്ക് ഞാനൊരു ഉമ്മ തരട്ടെ എന്നൊക്കെ ചോദിച്ചു ഗൗരി. അപ്പോൾ മോളെ എന്ന് പറഞ്ഞുകൊണ്ട് ഗൗരിയെ കൊണ്ട് ഉമ്മയൊക്കെ മേടിച്ചു. അത് കഴിഞ്ഞ് നന്ദൂട്ടിന് ഉമ്മയൊക്കെ കൊടുത്തു. ഈ സമയത്ത് നമ്മുടെ പിങ്കി അവിടെ നിന്ന് കരഞ്ഞ് തളർന്ന് നിൽക്കുവാണ്. കഴിഞ്ഞു പോയ അതായത് പ്രസവ വേദന തൊട്ട് പോലീസ് പിടിച്ചുകൊണ്ട് പോയ കാര്യം തൊട്ട് ഇതെല്ലാം പിങ്കി ഒരു നിമിഷം അവിടെ നിന്ന് ആലോചിക്കുന്നു. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് അവിടെ ചടങ്ങുകളും കാര്യങ്ങളൊക്കെ നടക്കുക. അതായത് ഇന്ത്യപരത്തിൽ ഒരു സൈഡിൽ പിങ്കി നന്ദൂട്ടനെ പിടിച്ചിരിക്കുന്നു, ഇപ്പുറ സൈഡിൽ നന്ദ കുഞ്ഞിനെ പിടിച്ചിരിക്കുന്നു. പിന്നെ ശുദ്ധികർമ്മത്തിലുള്ള കുട്ടി ഏതാണെന്ന് ചോദിച്ചു കേട്ടോ നമ്മുടെ തിരുമേനി. അപ്പോൾ നന്ദുമോനെ ഇങ്ങ് വാന്ന് പറഞ്ഞ് നന്ദോട്ടനെ വിളിച്ചു. അപ്പോൾ നന്ദുവിൻ്റെ പേര് വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് നന്ദുവിൻ്റെ പേര് അഭിമന്യു എന്നാണെന്നൊക്കെ പറഞ്ഞു. അതെന്താ ഇപ്പം അങ്ങനെ രണ്ട് പേര് വിളിക്കാൻ എന്ന് അദ്ദേഹം ചോദിച്ചു. ആ സമയം അതൊക്കെ വലിയൊരു കഥയാണ് തിരുമേനി എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ മഹേശ്വരൻ പറയും കേട്ടോ. അതിനുശേഷം നടന്ന കാര്യങ്ങളെല്ലാം ഒരു സെക്കൻഡ് വീണ്ടും റിവൈൻഡ് ചെയ്തു വരുന്നു. അപ്പോൾ ശരി ആയിക്കോട്ടെ, ഒരു കാര്യം ചെയ്യൂ, അഭിമന്യുവും അമ്മയും കൂടി ഇവിടെ വന്നിരിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ തിരുമേനി പറഞ്ഞു. അപ്പം നന്ദയും പിങ്കിയും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക. അമ്മ ഇതിലേതമ്മ വന്നിരിക്കും എന്നുള്ളതിൽ. അപ്പോൾ മോഹിനിയൊക്കെ അവിടെ സന്തോഷമായിട്ട് ചിരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ലക്ഷ്മി പിങ്കി അവിടെ ചെന്നിരിക്കാൻ തുടങ്ങുന്നത് കണ്ടപ്പോൾ ലക്ഷ്മി പിങ്കി മോളെ എന്നും പറഞ്ഞ് വിളിച്ചു. അപ്പോൾ ഇങ്ങനെ നോക്കുക കേട്ടോ. അല്ല, എല്ലാവർക്കും അറിയാവുന്നതല്ലേ നന്ദമോളാണ് നന്ദുമോൻ്റെ അമ്മയുടെ സ്ഥാനത്ത് ഇരിക്കേണ്ടതെന്ന് ലക്ഷ്മി പറയുമ്പോൾ പിങ്കി ഇങ്ങനെ നന്ദയെ ദയനീയമായിട്ട് നോക്കുക കേട്ടോ. നന്ദയും അതുപോലെ തന്നെ ഇങ്ങനെ നോക്കുന്നു. ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു. ആ സമയം ചെന്നോളും നന്ദാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പിങ്കി അന്നേരം പറഞ്ഞു. അപ്പം ഇത് കുറച്ച് അന്യായമാണ് കേട്ടോ എന്ന് ജഗന്നാഥൻ. ഗൗതം ഒന്നും മിണ്ടുന്നില്ലേ. അവർ പ്രശ്നം ഉണ്ടാക്കാനായിട്ട് തന്നെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതെ, നന്ദു അഭിമന്യു ആണെങ്കിൽ അവനെ പ്രസവിച്ചത് പിങ്കിയല്ലേ എന്ന് ചോദിച്ചു. ഇത്രയും നാൾ വളർത്തിയതും പിങ്കിയല്ലേ. അപ്പോൾ ആ ഒരു നിലയ്ക്ക് അമ്മയുടെ സ്ഥാനത്ത് നിർത്തേണ്ടത് പിങ്കിയല്ലേ? അല്ലെങ്കിൽ തിരുമേനി പ്രസവിച്ചവൾ തന്നെയല്ലേ അമ്മ എന്നൊക്കെ പറഞ്ഞങ്ങനെ ഇയാളിങ്ങനെ ചോദിച്ചു, ഈ ജഗന്നാഥൻ്റെ അനിയൻ. അപ്പോൾ ഒരു തർക്കത്തിനും ഞാനില്ല, കുട്ടിയുടെ അച്ഛൻ തന്നെ തീരുമാനിക്കട്ടെ അമ്മയുടെ സ്ഥാനത്ത് ആരെയാണ് ഇരുത്തേണ്ടത് എന്ന് ഉള്ളതെന്ന് പറയുമ്പോൾ ഗൗതത്തിനായി അടുത്ത ടാസ്ക്. ഗൗതം ഇങ്ങനെ നോക്കി നിൽക്കുക. ഇവരെല്ലാവരും അന്തം വിട്ട് നിൽക്കുക. ഗൗതം ആരുടെ പേര് പറയുമെന്നുള്ളത്. അപ്പോൾ നിങ്ങൾ ആരുടെ പേര് പറയൂ, എന്നങ്ങനെ നമ്മുടെ തിരുമേനി പറയുമ്പോൾ അത് പിന്നെ ഞാൻ എന്നും പറഞ്ഞ് ഗൗതം നിൽക്കുമ്പോൾ ലക്ഷ്മി ചാടിക്കേറി ഗൗതം എന്നും പറഞ്ഞു വിളിച്ചു. ലക്ഷ്മി തോന്നുമ്പോൾ മറുകണ്ഠം ചാടുന്ന ആളായതുകൊണ്ടേ ഇനി ഞങ്ങളൊന്ന് സംസാരിച്ചോട്ടെ തിരുമേനി എന്ന് ചോദിച്ചു. വേണ്ട, സമയമായി തുടങ്ങുന്നു.
സമയം വൈകിപ്പിക്കരുത് കേട്ടോ എന്ന് തിരുമേനി പറഞ്ഞു. ലക്ഷ്മി ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ മോനെ വന്നേടാ വാടാന്ന് പറഞ്ഞു ലക്ഷ്മി ഇങ്ങനെ വിളിക്കുക ഗൗതത്തിനെ മാറ്റി നിർത്തി സംസാരിക്കാൻ. എന്താ അമ്മേ, നീ തിരുമേനിയോട് എന്ത് മറുപടി പറയാനാ പോകുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ എന്ത് മറുപടി പറയണമെന്ന് അമ്മ പ്രതീക്ഷിക്കുന്നത്? അത് പിന്നെ എൻ്റെ പ്രതീക്ഷയൊക്കെ അവിടെ നിൽക്കട്ടെ, അത് കഴിഞ്ഞിട്ടുള്ള കാര്യമല്ലേ. എനിക്ക് നിൻ്റെ മനസ്സെന്താണെന്ന് അറിയാമല്ലോ. പക്ഷേ മോനെ, അമ്മ ആഗ്രഹിക്കുന്നത് എന്താണെന്ന് പറയട്ടെ എന്ന് ലക്ഷ്മി ഗൗതത്തിനോട് പറഞ്ഞു. നീ നന്ദമോളുടെ പേര് തന്നെ പറയണം എന്ന് പറയുമ്പോൾ അമ്മേ അത് അനീതിയല്ലേ എന്ന് ഗൗതം ചോദിക്കാം. അതെങ്ങനെയാ മോനെ അനീതിയാവുന്നത്? നീ അതൊന്ന് പറയാൻ ലക്ഷ്മി ഗൗതത്തിനോട് ചോദിക്കുക. അതാണ് മോനെ ശരിക്കും നീതി. നീ നോക്ക്, ഒരിക്കൽ ഈ വീട്ടിലെല്ലാവരും കൂടി പിങ്കിയെ നിന്റെ മകൻ്റെ അമ്മയാക്കാൻ ശ്രമിച്ചതാണെന്നും സത്യത്തിൽ പിങ്കിമോള് അത്തരം ഒരു സാഹചര്യം സൃഷ്ടിച്ചെടുത്തതല്ലേന്നും ലക്ഷ്മി ചോദിക്കാം. പ്രസവിച്ച കുഞ്ഞിനെ വിട്ടുകൊടുക്കേണ്ട ധാർമ്മികവും നിയമപരവുമായിട്ടുള്ള എല്ലാ ബാധ്യതയുമുള്ള സരോഗേറ്റഡ് അമ്മ മാത്രമായിരുന്നു പിങ്കി. നീ ഇത് മറന്നുപോയോ? പക്ഷേ അവള് സ്വന്തം കടമ നിർവഹിക്കാതെ ആത്മഹത്യാ ഭീഷണി മുഴക്കി എല്ലാവരെയും കുഴിയിൽ ചാടിച്ചതല്ലേ എന്ന് ലക്ഷ്മി ചോദിക്കാം. അമ്മേ, ഈ പ്രസവിച്ച ശേഷം ഡിപ്രഷൻ ഉണ്ടാകുന്നതൊക്കെ അമ്മയ്ക്ക് അറിയാവുന്നതല്ലേ എന്ന് ചോദിച്ചു. അവള് പിന്നീട് അതിന് ട്രീറ്റ്മെൻറ്റ് എടുത്തല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ അതിനാർക്ക് എന്ത് ലാഭം മോനെ ഉണ്ടായത് എന്ന് ലക്ഷ്മി ചോദിക്കുക. പിന്നെ ദേ അന്ന് നന്ദമോള് ചെയ്തത് എന്തൊക്കെയാണെന്ന് നിനക്കറിയാവുന്നതല്ലേ എന്നും ലക്ഷ്മി ഗൗതത്തിനോട് ചോദിക്കുക കേട്ടോ. സ്വന്തം കുഞ്ഞിന് വേണ്ടി അവൾ പോലീസ് സ്റ്റേഷനിൽ വരെ കയറി. ഈ വീട്ടിലുള്ള എല്ലാവരെയും അവൾ ശത്രുക്കളാക്കിയില്ലേ എന്ന് ചോദിച്ചു. എന്നിട്ട് പിങ്കിയെ ജയിലിലാക്കിയില്ലേ? എന്നിട്ട് നീ പോയി അവളെ ജയിലിൽ നിന്ന് കൊണ്ടുവന്നത് കൊണ്ടാണ് അവൾ രക്ഷപ്പെട്ടത്. എന്നിട്ടും എന്താ അവൾ തോൽവി സമ്മതിച്ചോ? ഇല്ലല്ലോ. സ്വന്തം കുഞ്ഞിനെ എടുത്ത് അവൾ ഇന്ത്യവരം വിട്ട് ഇറങ്ങിയില്ലേ എന്ന് നന്ദയെ പറ്റി ചോദിക്കുക ലക്ഷ്മി. എന്നിട്ട് അതുകൊണ്ടും അവളുടെ പക തീർന്നോ? ലോകം മുഴുവനും അവൾ മരിച്ചു എന്ന് വിധി എഴുതിയിട്ടും അവൾ ശാന്തിപുരത്ത് ജീവിച്ചില്ലേ എന്നൊക്കെ ചോദിച്ചു. അതൊക്കെ കേട്ട് ഗൗതം തല കറങ്ങി നിൽക്കുക. നിന്റെ മറ്റൊരു കുഞ്ഞിനെ പ്രസവിച്ച് വളർത്തിയിട്ടും ഈ വീട്ടിലെ ആരോടും പോട്ടെ, പ്രത്യേകിച്ച് നിന്നോട് പോലും അവൾ ക്ഷമിച്ചതേ ഇല്ല എന്ന കാര്യമൊക്കെ ലക്ഷ്മി പറയുക കേട്ടോ. അത്രയ്ക്ക് വാശിയുള്ളവളായി ഈ നന്ദ എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ ഇനി ഒരിക്കൽ കൂടി അവൾ നിഷേധിച്ചാൽ എന്താണ് ഇവിടെ സംഭവിക്കാൻ അറിയില്ലേ എന്നൊക്കെ ചോദിച്ചു ലക്ഷ്മി. അമ്മ ഒരു വശം മാത്രമേ നോക്കുന്നുള്ളൂ. മറുവശത്ത് നിൽക്കുന്ന പിങ്കിയും നന്ദയെ പോലൊരു സ്ത്രീ തന്നെയാണ്. മജയും മാംസവും മനസ്സുമൊക്കെ ഉള്ളൊരു സ്ത്രീ. അവൾ എന്തിൻ്റെ പേരിലാണെങ്കിലും ജീവൻ പണയം വെച്ച് ഒരു കുഞ്ഞിനെ പ്രസവിച്ചവളാണെന്ന് ഗൗതം പറയുന്നു. അർജുൻ മരിച്ച് ഒരു പിടിവള്ളിയും ഇല്ലാതെ നിൽക്കുന്ന ആ ഒരു ഘട്ടത്തിൽ ഒരാശ്വാസം എന്നുള്ള നിലയ്ക്ക് അവൾ ഈ സരോഗസിക്ക് പോലും തയ്യാറായതെന്ന കാര്യങ്ങളൊക്കെ പറയുക നമ്മുടെ ഗൗതം. ആ കുഞ്ഞിനെ പ്രസവിച്ച് നന്ദയ്ക്കും എനിക്കുമായി കൈമാറിയതോടെ അവൾക്ക് ഈ വീട്ടിലുള്ള പ്രസക്തി നഷ്ടപ്പെട്ടു പോവില്ലേ എന്ന് ഗൗതം ചോദിക്കുക. മറ്റാരേക്കാളും നന്നായി പിങ്കിക്ക് ഈ കാര്യം നന്നായി തന്നെ അറിയാമായിരുന്നു. അതുകൊണ്ടാണ് അവൾ കുഞ്ഞിനെ പിടിച്ചെടുക്കാൻ ഒരു ശ്രമം നടത്തിയതെന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ ഗൗതം ഇങ്ങനെ പറയുക കേട്ടോ. അമ്മേ, അവളുടെ അവസ്ഥയാണത്, അതമ്മ മനസ്സിലാക്കണമെന്ന് പറഞ്ഞു. ഞാൻ എന്തിനാ പിങ്കിയെ സപ്പോർട്ട് ചെയ്യുന്നതെന്ന് എല്ലാവരും ചിന്തിക്കും. പക്ഷേ ഇതാണ് അതിൻ്റെ കാരണമെന്നും പറഞ്ഞു. അതെ, ഇത്രയും കാലം ഈ കുടുംബത്തെ നിലനിർത്തി കൊണ്ടുപോയത് പിങ്കിയാണ്, എനിക്കത് മറക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഒരിക്കലും പിങ്കിയെ നിഷേധിക്കാൻ കഴിയില്ല. കുറഞ്ഞത് ഗൗരിയെ ഞാൻ ബലമായി കൊണ്ടുവന്നപ്പോൾ പോലും പിങ്കി നന്ദയാണ് സപ്പോർട്ട് ചെയ്തത്. അതിന് അവൾ പറഞ്ഞ കാരണമേ നന്ദു മോനെ മറ്റാരെങ്കിലും കൊണ്ടുപോയാൽ അവൾക്ക് സഹിക്കാൻ പറ്റുമോ എന്നുള്ളതാണെന്ന് ഗൗതം ലക്ഷ്മിയോട് ചോദിച്ചു. അങ്ങനെ ഒരു മാനസികാവസ്ഥയിൽ നിൽക്കുന്ന പിങ്കിയെ ഒരാത്മഹത്യയിലേക്ക് തള്ളിവിടാൻ എനിക്ക് പറ്റില്ല അമ്മയെന്നും പറഞ്ഞുകൊണ്ട് ഗൗതം പറയാം. നന്ദയാണ് കുഞ്ഞിൻ്റെ അമ്മയെങ്കിലും കുഞ്ഞിനെ പ്രസവിച്ച് ഇത്രയും കാലം കുഞ്ഞിൻ്റെ കാര്യങ്ങളെല്ലാം നോക്കി വളർത്തിയത് പിങ്കിയാണ്. അത് ചെയ്തത് പിങ്കിയാണെങ്കിൽ നന്ദൂട്ടൻ്റെ അമ്മ പിങ്കി ആയിരിക്കുമെന്ന് പറഞ്ഞു. ആ സമയത്ത് ലക്ഷ്മിക്കൊന്നും തിരിച്ചു പറയാനില്ല. പെട്ടെന്നാണ് അങ്ങോട്ടേക്ക് ഗൗതവും ലക്ഷ്മിയും കൂടെ ചെല്ലുന്നത്. എന്നിട്ട് അവിടെ ചെന്ന തിരുമേനിയോട് നന്ദുമാനെ പ്രസവിച്ചതും ഇത്ര കാലം വളർത്തിയതും പിങ്കിയാണ്, അതുകൊണ്ട് പിങ്കി അവൻ്റെ അമ്മയുടെ സ്ഥാനത്തിരുത്തി പൂജാകർമ്മങ്ങൾ ചെയ്യാനാണ് തീരുമാനിച്ചിരിക്കുന്നതെന്നുള്ള കാര്യം നമ്മുടെ ഗൗതം ഇങ്ങനെ പറയണം. അത് കേട്ടപ്പോൾ എങ്കിൽ പിന്നെ വൈകിക്കേണ്ട, അമ്മയെയും മകനെയും വിളിച്ചോളാൻ പറഞ്ഞു നമ്മുടെ തിരുമേനി. അമ്മയെ വിളിക്കാൻ പറഞ്ഞു. അപ്പോൾ ഇവരെല്ലാവരും കൂടി ഇങ്ങനെ നോക്കിയപ്പോൾ അവിടെ നന്ദയും ഇല്ല, പിങ്കിയും ഇല്ല, കുഞ്ഞും ഇല്ല. അപ്പോൾ ഇവർ വിളിച്ചു കഴിഞ്ഞപ്പോൾ അവർ വന്നു. അപ്പോൾ ഈ സമയത്ത് ഇവർ രണ്ടുപേരും കൂടെ അങ്ങോട്ടേക്ക് ചെന്നിട്ട് ഈ പിങ്കി നന്ദയെ വിളിച്ചുകൊണ്ട് ചെല്ലും കേട്ടോ. നീ ഇതെവിടെ പോയതാ പിങ്കി, അമ്മയുടെ സ്ഥാനത്ത് കയറി ഇരിക്കാൻ പറഞ്ഞു മോഹിനി. അപ്പം ഇല്ല എന്ന് പിങ്കി പറഞ്ഞു.
അപ്പം എല്ലാവരും ഞെട്ടിപ്പോയി പിങ്കിയുടെ തീരുമാനം കേട്ട്. നന്ദയാണ് നിസ്സഹായമായിട്ട് അവിടെ അങ്ങനെ നിൽക്കുക കേട്ടോ. ഞാൻ അങ്ങനെ ഇരിക്കുന്നതിൽ യാതൊരു അർത്ഥവും ഇല്ലെന്നും അഭിമന്യു നന്ദയുടെയും ഗൗതത്തിൻ്റെയും കുഞ്ഞാണെന്നുള്ള കാര്യമൊക്കെ നമ്മുടെ പിങ്കി അവിടെ നിന്ന് ഇങ്ങനെ പറയും. അപ്പം ലക്ഷ്മിയുടെ മനസ്സുപോലെ തന്നെ വന്നു കാര്യങ്ങൾ. യാഥാർത്ഥ്യം മറന്നുകൊണ്ട് ഒരിക്കൽ ഞാൻ അഭിമന്യുവിൻ്റെ അമ്മയാവാനൊക്കെ ശ്രമിച്ചതാണെന്നും അത് എന്നേക്കുമായി ആ കുഞ്ഞിനെ എന്നിൽ നിന്ന് പറിച്ചെടുത്ത ഈശ്വരൻ എന്നെ ശിക്ഷിച്ചത് എന്നൊക്കെ പിങ്കി പറയുമ്പം, എന്ത് ശിക്ഷിച്ചു? നീ തന്നെയല്ലേ ഇത്രയും നാളും അവനെ വളർത്തിയത് എന്നൊക്കെ മോഹിനി അന്നേരം ചോദിക്കുന്നുണ്ട്. അപ്പം എല്ലാവരും ഇങ്ങനെ നോക്കി നിൽക്കുക കേട്ടോ. നിന്നെയല്ലേ അവൻ അമ്മ എന്ന് വിളിച്ചതെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നു. ആ സമയത്ത് ഞാനല്ല അവൻ്റെ അമ്മ എന്നുള്ളൊരു തോന്നൽ ഇപ്പോഴും അവൻ്റെ ഉള്ളിലില്ലേ? അതാ എനിക്കുള്ള ശിക്ഷ, ഞാൻ ചെയ്തതിനൊക്കെയുള്ള ശിക്ഷ എന്ന് പറഞ്ഞുകൊണ്ട് പിങ്കി ഇങ്ങനെ പറയുക. അപ്പം ഞാൻ മറ്റൊരാളുടെ കുഞ്ഞിനെ തട്ടിയെടുക്കാൻ ശ്രമിച്ചതിന് ദൈവം തന്ന ശിക്ഷയാണെന്നൊക്കെ പറഞ്ഞ് പിങ്കി തൻ്റെ തെറ്റുകളൊക്കെ ഏറ്റു പറയാം. കഴിഞ്ഞ 6 വർഷം എനിക്കൊരു ഭർത്താവ് ഉണ്ടായിരുന്നു, മകനുണ്ടായിരുന്നു, ഒന്നും എൻ്റെ സ്വന്തം അല്ലായിരുന്നു എന്നൊക്കെ നമ്മുടെ പിങ്കി ഇങ്ങനെ പറയുക. അതൊക്കെ കേട്ട് നന്ദ കരഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കും. എന്ത് ചെയ്യാനാ? നന്ദയ്ക്ക് നിസ്സഹായമായിട്ട് നിൽക്കാനല്ലേ പറ്റുള്ളൂ. എന്നെങ്കിലും സ്വന്തമാകും എന്നുള്ളൊരു പ്രതീക്ഷ മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ എന്നും, പക്ഷേ ഇനി അത് സംഭവ്യമല്ലെന്ന് എനിക്കറിയാം. നന്ദയെ പക്ഷെ അമ്മയെന്ന് വിളിച്ച് കൂടെ നടന്നതേ അവളുടെ സ്വന്തം മകൾ തന്നെ ആയിരുന്നില്ലേ എന്നൊക്കെ പിങ്കി ഇങ്ങനെ ഇവരോട് എല്ലാവരോടുമായിട്ട് ചോദിക്കാം. അങ്ങനെ പിങ്കി ഓരോ കാര്യങ്ങളും അവിടെ ഏറ്റു പറഞ്ഞ് സങ്കടപ്പെടുവാട്ടോ. ഇനി ഒന്നിനും ഈ പ്രിയംവദയില്ല, ഇനി ഒന്നിനും ഈ പ്രിയംവദയ്ക്ക് കഴിയുകയില്ല എന്നും പറഞ്ഞുകൊണ്ട് പിങ്കി തൻ്റെ സങ്കടങ്ങളെല്ലാം അവിടെ വെച്ചിങ്ങനെ പറയണം. എന്നിട്ട് നന്ദയെ നിർബന്ധിച്ച് കൊണ്ടുപോയി ഇരുത്താനായിട്ട് നോക്കും. അപ്പോൾ നന്ദയെ ആദ്യമൊന്നും സമ്മതിച്ചില്ല. പക്ഷേ പിങ്കി ഇങ്ങനെ പറയുന്നു, നന്ദ നീ എനിക്ക് വിട്ടു തന്ന ഔദാര്യമാണ് ഗൗതത്തിൻ്റെ ഭാര്യാസ്ഥാനം എന്നൊക്കെ ഇങ്ങനെ ഇതേ നമ്മുടെ പിങ്കി ഇങ്ങനെ നന്ദയോട് പറയാം. അപ്പോൾ നന്ദയ്ക്കൊന്നും മനസ്സിലാവുന്നില്ല കേട്ടോ, ഒന്നും മനസ്സിലാവുന്നില്ല. ഇപ്പം നിൻ്റെ മകൻ്റെ അമ്മയുടെ സ്ഥാനവും എന്നെ ഏൽപ്പിക്കാൻ നീ ശ്രമിക്കുകയാണോ എന്ന് പിങ്കി ചോദിച്ചു. വേണ്ട, എനിക്കൊന്നും വേണ്ട എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുക കേട്ടോ. അപ്പോൾ ഗൗതം ഒന്നും മിണ്ടാതെ ഇങ്ങനെ ഇതൊക്കെ കേട്ടുകൊണ്ട് ഇങ്ങനെ നിൽക്കുക. അപ്പോൾ അങ്ങനെ ലക്ഷ്മി ആണെങ്കിൽ തലയ്ക്ക് കൈയൊക്കെ കൊടുത്ത് ഇങ്ങനെ അവിടെ നിൽക്കുന്നു. അതിനുശേഷം കഴുത്തിൽ കിടന്ന മാലയൊക്കെ പിങ്കി ഊരി. അപ്പോൾ പിങ്കി എന്നും പറഞ്ഞുകൊണ്ട് നന്ദ വിളിക്കുന്നു. അങ്ങനെ താലിമാല വരെ ഊരി നമ്മുടെ പിങ്കി അത് നന്ദയുടെ കൈകളിലേക്ക് കൊടുക്കുക. ഒരഭിനയത്തിൻ്റെ ഭാഗം മാത്രമായിരുന്നു ഈ മാല. ഗൗതം എന്നെ അണിയിച്ചതൊന്നും അല്ല ഇതെന്നും പിങ്കി ഇങ്ങനെ നന്ദയോട് പറയുക കേട്ടോ. ഒരിക്കൽ ഞങ്ങൾ പരസ്പരം സ്നേഹിച്ചിരുന്നു, പക്ഷെ നിന്നെ ഭാര്യയായി സ്വീകരിച്ചതിന് ശേഷം ഒരിക്കൽ പോലും പഴയ കണ്ണോടെ ഗൗതം എന്നെ നോക്കിയിട്ടില്ല എന്ന് പിങ്കി നന്ദയോടെല്ലാം ഏറ്റു പറയുക. ഇതൊക്കെ കേട്ട കുടുംബം മുഴുവൻ ഞെട്ടി നിൽക്കുക. നീ മരിച്ചെന്ന് വിശ്വസിച്ച 6 വർഷവും നിന്റെ ഓർമ്മയിൽ നീറി ദഹിച്ച ഗൗതം ജീവിക്കുകയായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സത്യങ്ങളെല്ലാം പിങ്കി വിളിച്ച് പറയുക. അപ്പോൾ അതേ ക്ലൈമാക്സിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്ന കഥ. ഞാനാണ് അതിൻ്റെ സാക്ഷി എന്നും പറഞ്ഞ് പിങ്കി എല്ലാം പറഞ്ഞിങ്ങനെ അങ്ങ് കൊടുത്തു കേട്ടോ. ഗൗതം മറ്റൊരാളെ ഭാര്യയായി സ്വീകരിച്ചു എന്നറിഞ്ഞാൽ നീ വിങ്ങുമ്പോഴും നീ മറ്റാരെയോ സ്നേഹിക്കുന്നു എന്നോർത്ത് ഗൗതം തീ പിടിച്ചോടുമ്പോഴും എനിക്ക് മാത്രം തിരിച്ചറിയാമായിരുന്നു ആ മനസ്സ് എന്താണെന്നുള്ളത് നമ്മുടെ പിങ്കി പറഞ്ഞു. നിങ്ങൾക്ക് ഈ ജന്മം നിങ്ങളെ മാത്രമേ സ്നേഹിക്കാൻ കഴിയുകയുള്ളൂ എന്നുള്ളതെന്നൊക്കെ പിങ്കി അവിടെ വെച്ച് പറയാം. ഗൗതം നോക്കി മൈൻഡ് പോലും ചെയ്യാതെ ഇങ്ങനെ നിൽക്കുക കേട്ടോ. അപ്പോൾ നന്ദ ഇതിനി നിൻ്റെ കയ്യിലിരിക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് പിങ്കി അത് നന്ദയുടെ കൈകളിലേക്ക് വെച്ച് കൊടുത്തു. അങ്ങനെ ആ ഒരു നിമിഷം അപ്പോൾ എനിക്കിനി നിന്നോട് ഒന്നേ പറയാനുള്ളൂ, നന്ദുവിൻ്റെ അമ്മ ഞാനാണല്ലോ എന്നുള്ളൊരു ധൈര്യം, അത് മാത്രമേ ഉള്ളൂ എന്ന് നമ്മുടെ പിങ്കി ഇങ്ങനെ പറയുക കേട്ടോ. പിന്നെ ഈശ്വരൻ ആക്സിഡൻറ്റിൻ്റെ രൂപത്തിൽ നിന്ന് നിസ്സാരമായിട്ട് എൻ്റെ ചീട്ട് കീറിക്കളഞ്ഞില്ലേ എന്നൊക്കെ പിങ്കി ചോദിക്കുക. അപ്പോഴത്തേക്കും അവിടെ നിന്നിങ്ങനെ നന്ദ ഭയങ്കരമായിട്ട് കരയുക. മുഖം മൂടി വലിച്ചെടുത്തു എന്നൊക്കെ പറഞ്ഞാൽ പിങ്കി തൻ്റെ സങ്കടങ്ങൾ പറയുന്നത്. അതിനൊക്കെ ഒരേ ഒരർത്ഥം മാത്രമേ ഉള്ളൂ നന്ദ, പ്രിയംവദയല്ല, അളകനന്ദ തന്നെയാണ് നന്ദൂട്ടൻ്റെ യഥാർത്ഥ അമ്മ. ലോകത്തെ മുഴുവനും നമുക്ക് ലോകത്തിന് മുന്നിൽ അത് വിളിച്ചു പറയണം നന്ദാന്ന് പറഞ്ഞു. ഈശ്വരൻ നിൻ്റെ മകന് ഈശ്വരാനുഗ്രഹം കൊടുക്കണമെങ്കിൽ നീ തന്നെ ചെന്നിരിക്കണമെന്നൊക്കെ പിങ്കി ഇങ്ങനെ പറയാം. അങ്ങനെ പിങ്കി തന്നെ പറഞ്ഞു, എനിക്കിതിൽ ഒട്ടും വിഷമമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ പിങ്കി ഇങ്ങനെ പറഞ്ഞു. അങ്ങനെ ചടങ്ങുകളും കാര്യങ്ങളും ഇതെല്ലാം പൂർത്തിയാക്കാനായിട്ട് നമ്മുടെ നന്ദയെ കൊണ്ടുവന്ന് അവിടെ ഇരുത്തുന്നു. ചടങ്ങുകളും കാര്യങ്ങളൊക്കെ വളരെ ഭംഗിയായിട്ട് തന്നെ എല്ലാവരും നോക്കി നിൽക്കുക ചെയ്യുന്നു. അങ്ങനെ ഒരു സിറ്റുവേഷനിൽ നിന്നത്തെ കഥയെ അവസാനിച്ചപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണേ. എല്ലാവർക്കും നന്ദി.